നമസ്കാരം. നമുക്ക് രാമായണത്തിൻ്റെ കുറേ കഥകൾ നമ്മൾ പറഞ്ഞുതരാം. എന്താണ് രാമായണത്തിൻ്റെ സന്ദേശം എന്ന് നമുക്ക് നോക്കാം. ഇത് പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് സത്യസായി ബാബു ഒരിക്കൽ ദർശനം കൊടുക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, സ്വാമി എനിക്ക് മനസമാധാനം വേണം. സ്വാമി ചിരിച്ചു. എന്താ വേണ്ടേ? എനിക്ക് മനസമാധാനം വേണം, ഐ വാണ്ട് പീസ്. അതാണ് അമ്മ പറഞ്ഞത്. മുത്തശ്ശിയാണ്. അതൊന്ന് എഴുതൂ എന്ന് പറഞ്ഞു. മലയാളത്തിലും ഇംഗ്ലീഷും പറഞ്ഞാലും ഒരുപോലെ തന്നെ അർത്ഥം. എനിക്ക് സമാധാനം വേണം. സ്വാമി പറഞ്ഞു, ആദ്യത്തെ വരി വെട്ടിക്കളയൂ. വെട്ടിക്കളഞ്ഞു. എനിക്ക് പിന്നെന്താ ഉള്ളത്? സമാധാനം വേണം. ഇനി അവസാനത്തെ വെട്ടിക്കളയൂ. അതും വെട്ടിക്കളഞ്ഞു. അപ്പൊ ഏതൊക്കെ വെട്ടി? എനിക്ക് വേണം എന്നുള്ളത് വെട്ടിക്കളഞ്ഞു. പിന്നെന്താ ബാലൻസ് വന്നത്? സ്വാമി അമ്മോട് ചോദിച്ചു, ഇപ്പൊ എന്താ ഉള്ളത്? സമാധാനം. എനിക്ക് വേണം എന്ന ചിന്ത എവിടെയാണോ ഇല്ലാതെയാവുന്നത് അവിടെയാണ് ശാന്തിയുള്ളത്, സമാധാനമുള്ളത്, സന്തോഷം ഉള്ളത്. എനിക്ക് വേണമെന്ന് സ്വാർത്ഥത. രാമായണത്തിന്റെ സന്ദേശം എനിക്ക് വേണം എന്നല്ല, എനിക്ക് വേണ്ട. എന്ത് വേണ്ട? രാമന് വേണ്ടാത്തത് എനിക്ക് വേണ്ട. എന്താ ഈ രാമൻ എന്ന് പറഞ്ഞാൽ? രാമൻ ധർമ്മമാണ് എന്ന് വെച്ചാൽ എന്തർത്ഥം വരും? ധർമ്മത്തിന് വേണ്ടാത്തത് എനിക്കും വേണ്ട. ചിന്തിച്ചു നോക്കൂ. രാമൻ പറഞ്ഞു, എനിക്ക് രാജ്യം വേണ്ട. ഉടൻ തന്നെ ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. എന്നാ ഏട്ടൻ പോക്കോ രാജ്യത്തിയായിരുന്നുള്ളതെന്ന് പറയാലോ. ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് അങ്ങനെ പറയില്ലേ. ഏട്ടന് വേണ്ടിയോ ധർമ്മത്തിന് വേണ്ടിയോ? എനിക്ക് വേണ്ട. വിവരം സീതാദേവി പറഞ്ഞു. സീതാദേവി എന്തു പറഞ്ഞു? അങ്ങക്ക് വേണ്ടേ, എനിക്കും വേണ്ട. രണ്ടുപേരും യാത്രയായി, കാട്ടിലെത്തി. ഭരതനെ വിളിച്ചു വരുത്തി. ഭരതൻ കഥയെല്ലാം കേട്ടു. ഭരതന് കണ്ട ചർച്ചയ്ക്കൊന്നും വെക്കേണ്ടതെന്നില്ലേ? ഏട്ടന് വേണ്ടിയോ ധർമ്മത്തിന് വേണ്ടിയോ? എത്ര സമ്പന്നമാണെങ്കിലും എനിക്കും വേണ്ട. അധികാരത്തിന് കടിപിടി കൂടുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണേ. അന്നേരം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? എനിക്ക് വേണ്ട. എന്തു വേണ്ട? ഈ അധികാരം എനിക്ക് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? രാമന് വേണ്ട. രാമന് വേണ്ട എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ധർമ്മത്തിന് വേണ്ട. എന്ന് ഇവര് കുടുംബക്കാരെല്ലാവരും പോയി. ഇതറിഞ്ഞ് അയോധ്യവാസികൾ, ദ എൻറ്റയർ അയോധ്യ എന്ന് പറയാം, ആ അയോധ്യവാസികൾ മുഴുവനും രാമന്റെ കൂടെ യാത്രയാവുക കാട്ടിലേക്ക്. അവരെന്താ പറഞ്ഞേ? കൈകൈ വരിച്ചോട്ടെ, രാമന് വേണ്ടേ, ധർമ്മത്തിന് വേണ്ടേ, ഞങ്ങൾക്കും വേണ്ട. അങ്ങനെ അവർ രാമനൊപ്പം പിന്തുടർന്നു. കാട്ടിലെത്തി. രാമൻ എന്നിട്ട് ചെയ്തറിയാലോ, രാത്രി ഉറങ്ങിയപ്പം അർദ്ധരാത്രിയായി. തേരാളെ വിളിച്ചെഴുന്നേപ്പിച്ചിരുന്നു, നമുക്ക് പോകാം. നേരം വെളുത്തവരെല്ലാവരും കാട്ടിലേക്ക് വരും. അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ വനവാസമൊന്നും നടക്കില്ല. പിന്നെ ഇത്ര ആൾക്കാരെ കൂടുമ്പോൾ അവിടെ ടൗൺഷിപ്പ് അവിടെ ഉണ്ടാവില്ലേ? അവിടെ നമുക്ക് ഒരു സൂത്രപ്പണി ചെയ്യാം. രഥം അയോധ്യയിലേക്ക് ഓടിക്കണ പോലെ കാണിക്കാം. രാമന് സൂത്രം അറിയാം. ഈ സൂത്രം പ്രയോഗിക്കണ ആ ടെൻഷനിലെന്ന് ആലോചിക്കണേ. അതാണ് രാമന്റെ മനക്കരുത്ത്. നേരെ അയോധ്യയിലേക്ക് പോകുന്ന പോലെ രഥം ഓടിച്ചു. അപ്പൊ രഥത്തിന്റെ ചക്രം അയോധ്യയിലേക്ക് പോണ പോലെ നിരത്ത് പാട് വീണു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചിട്ട് പിന്നെ തിരിച്ച് കാട്ടിലേക്ക് പോയി. അയോധ്യവാസികൾ അവർ എഴുന്നേറ്റു. നോക്കുമ്പോൾ എന്താ? രഥം അയോധ്യയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ രാജകുമാരൻ കേട്ടിരിക്കുന്നു. നമുക്ക് അയോധ്യയിലേക്ക് പോയേക്കാം. ഈ സമയത്ത് രാമൻ എന്ത് ചെയ്തു? കാട്ടിലേക്ക് പോയി. അപ്പം രാമന് വേണ്ടാത്തത്, ധർമ്മത്തിന് വേണ്ടാത്തത് എനിക്കും വേണ്ട. ഇതാണ് രാമായണത്തിന്റെ സന്ദേശം. ധർമ്മത്തിന് വേണ്ടാത്തത്, രാമന് വേണ്ടാത്തത് എനിക്ക് വേണ്ട. എനിക്ക് രാമനെ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ധർമ്മം മതി. ആ ധർമ്മം, അതാണ് സത്യം വധ. സത്യം പറയൂ. ധർമ്മം വധ എന്ന് പറയില്ല, ധർമ്മം ചര. നീ ധർമ്മത്തെ ആചരിക്കൂ. എന്താ ധർമാചരണം? രാവിലെ എഴുന്നേൽക്കുക, നാമം ജപിക്കുക. നമ്മളെ ഇത്രയും ആക്കാൻ ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിൽ തൊട്ട് വന്ദിക്കുക. മുതിർന്നവരോടോ അങ്ങനെയുള്ളവർ ആരുടെങ്കിലും മുഷിഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ഷമ പറയുക. അധ്യാപകരോട് എപ്പോഴും ബഹുമാനം ഉണ്ടായിരിക്കുക. പഠിക്കുന്നത് നന്നായി പഠിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മമായി. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ധർമ്മം ശരിയായി ചെയ്യുന്നതാണ് രാമരാജ്യം. അത് നമ്മൾ ഓരോരുത്തർക്കും തുല്യമായ പങ്കാണുള്ളത്. അത് നിറവേറ്റാൻ നമുക്ക് സാധിക്കട്ടെ.